അസ്സാം വലൈക്കും വറഹമത്തുള്ള. എന്താണ് ഹബീബുകളെ, എല്ലാവർക്കും സുഖമല്ലേ? അല്ലേ, ഞാൻ ഇന്നൊരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. മലേഷ്യയിലേക്കാണ് പോകുന്നത്. ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങലായി. പയ്യന്നൂരിൽ നിന്ന് ട്രെയിനിന് പോകണം. പിന്നെ കോഴിക്കോട് നിന്ന് രാത്രി 12 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. കൂടെ എൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ട്, അബ്ദുൽ ഖാദർ എന്നാണ് പേര്. 3:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 4:10 ട്രെയിന്. അങ്ങനെ നമ്മൾ ട്രെയിനിലേക്ക് കയറി. സാധാ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. പക്ഷെ നമ്മൾ സ്ലീപ്പർ കോച്ചിലാണ് കയറിയത്. ടിക്കറ്റിനെ കണ്ടിട്ട് ടിക്കറ്റ് ചേഞ്ച് ആക്കാമെന്ന് കരുതി. അങ്ങനെ അൽഹംദുലില്ലാഹ് ടിക്കറ്റിനെ കണ്ടു, ചേഞ്ചാക്കി. ട്രിവാൻഡ്രം എക്സ്പ്രസ്സിലായതുകൊണ്ട് തന്നെ അതിന് എല്ലാ സ്റ്റേഷനിലൊന്നും സ്റ്റോപ്പില്ല. അതുകൊണ്ട് നമ്മൾ വളരെ വേഗത്തിൽ തന്നെ ഏകദേശം 6:45 ആകുമ്പോഴേക്ക് തന്നെ ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെത്തി. പിന്നെ അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരും ഓട്ടോ പിടിച്ചിട്ടാണ് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോയത്. എയർപോർട്ടിൽ ഏകദേശം 7:30 മണിയാകുമ്പോഴേക്ക് അവിടെ എത്തി. പിന്നെ അവിടെ നിന്ന് പള്ളിയിൽ കയറി നിസ്കാരങ്ങൾ ജമ്മും കസറൊക്കെ ആക്കിയിട്ട് നിസ്കരിച്ചു. അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. 12 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. നമ്മൾ ഏകദേശം ഒരു 9 മണി 9:30 ആ സമയത്താണ് എയർപോർട്ടിലേക്ക് കയറിയത്. ഫ്ലൈറ്റ് എയർ ഏഷ്യ ആയിരുന്നു. എയർ ഏഷ്യയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് പിന്നെ എമിഗ്രേഷനിലേക്ക് പോയി. അവിടെ നിന്ന് അധികം ക്വസ്റ്റ്യൻസൊന്നും ഉണ്ടായിട്ടില്ല. വേഗത്തിൽ തന്നെ എമിഗ്രേഷൻ പ്രക്രിയകൾ പൂർത്തിയാക്കി. അങ്ങനെ മറ്റുള്ള ലഗേജും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പിന്നെ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിലാണ് നിന്നത്. അങ്ങനെ അൽഹംദുലില്ലാഹ് കൃത്യം മലേഷ്യൻ ടൈം 7 മണിക്ക് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. KL2 ലാൻഡ് ചെയ്തത്. കോലാലംപൂരിൽ 2 എയർപോർട്ടുണ്ട്, KL1, KL2. KL2 എയർ ഏഷ്യ മാത്രമാണ് ഇറങ്ങുന്നത്. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ സേഫായിട്ട് തന്നെ നമ്മളിവിടെ എത്തി.
അങ്ങനെ എയർപോർട്ടിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. അങ്ങനെ ബസ് ടൈം ചെക്ക് ചെയ്യുമ്പോൾ 8 മണിക്ക് നമുക്ക് പോകേണ്ട ബസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വേഗത്തിൽ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ഏകദേശം 4 മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ സുഹൃത്തിൻ്റെ അവൻ്റെ ഷോപ്പിലേക്ക് എത്തിയത്. നമ്മൾ അൽഹംദുലില്ലാഹ് വളരെ സേഫായിട്ട് തന്നെ അവിടെയും എത്താൻ വേണ്ടി സാധിച്ചു. ബസ്സിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ബസ് AC ബസ്സാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് അങ്ങനെ വലിയ ക്ഷീണമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാഹ് മലേഷ്യ എന്ന് പറയുന്നത് നമ്മളൊക്കെ നാട് പോലെ തന്നെയുള്ളൊരു നാടാണ്. നല്ല പച്ചപ്പും കുന്നുകളും കാടുകളും മലകളൊക്കെ ആയിട്ടുള്ള ഏകദേശം നമ്മളൊരു നാട് പോലെ തന്നെ ഉള്ള ഒരു നാട് തന്നെയാണ്. പ്രത്യേകിച്ച് മലേഷ്യയിലെ കാലാവസ്ഥകളൊക്കെ നമ്മൾ നാട്ടിലത്തെ കാലാവസ്ഥ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മലേഷ്യയിലേക്ക് ഇപ്പോൾ വിസിറ്റിനൊക്കെ വരൽ വലിയ പ്രയാസമാണ്, പ്രത്യേകിച്ച് കോലാലംപൂർ എയർപോർട്ട് വഴി. കാരണം ഭയങ്കര ചെക്കിംഗ് ആണ്, ഇമിഗ്രേഷനിലൊക്കെ ഭയങ്കര ക്വസ്റ്റ്യൻസാണ് ഇപ്പം. പക്ഷേ അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ 4 മണിക്കൂറോളം സഞ്ചരിച്ച് ലാർക്കിൻ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ ടാക്സി പിടിച്ചിട്ടാണ് നമ്മുടെ സുഹൃത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായത്. ഇവിടുന്ന് നമ്മൾ ഗ്രാബ് വഴി ടാക്സി ബുക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് പോയത്. ഗ്രാബ് ഒരു ആപ്പിൻ്റെ പേരാണ്. കൂടുതൽ ആൾക്കാരും അതാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പൈസ കുറവാണെന്ന് പറയുന്നത് കേട്ടു. നമ്മളും അതുവഴിയാണ് പോയത്. ഏകദേശം 10 റിങ്കിറ്റ് ആണ് അവിടത്തേക്ക് വരുന്നത്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഡ്രൈവർ ഒരു ചൈനക്കാരനായിരുന്നു. ലാർക്കിന് നമുക്ക് പോകേണ്ടത് ഉഡ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ സ്ഥലത്ത് എത്തി. അവിടെ ഷോപ്പും അവരുടെ താമസ സ്ഥലമൊക്കെ അവിടെ തന്നെ ആയിരുന്നു. മലേഷ്യയിലെ പല സ്ഥലങ്ങളുടെ പേരും നമുക്ക് പറയാൻ നല്ല പ്രയാസമുണ്ട്. പല പേരുകളും നമുക്ക് പെട്ടെന്ന് പറയാൻ കിട്ടില്ല. അതിവിടെ വന്നവർക്ക് മനസ്സിലാവും. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാഷാ അല്ലാഹ് നല്ല, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നാടൊക്കെ പോലെ തന്നെയാണ്. പച്ചപ്പും മരങ്ങളും പുല്ലുകളൊക്കെ ഉള്ള വളരെ മനോഹരമായ നാടാണ് മലേഷ്യ. മാഷാ അല്ലാഹ്. മലേഷ്യയിലെ ഒരു പള്ളിയാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ പള്ളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പള്ളി പോലെ തന്നെയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഉഡ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെയാണ് താമസവും ഷോപ്പൊക്കെ വരുന്നത്. സുഹൃത്തിൻ്റെ ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം. മാഷാ അല്ലാഹ് വളരെ മനോഹരമായ അത്യാവശ്യം വലിപ്പമുള്ള ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം നമ്മൾ സുഹൃത്തിൻ്റെ കൂടെ ഇവിടെ ഉണ്ടാകും. നാളെ ഞാൻ മറ്റൊരു സുഹൃത്തിൻ്റെ സ്ഥലത്തേക്ക് പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹബീബങ്ങളെ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.